ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. +1 ഫിസിക്സിലെ യൂണിറ്റ് 4ൻ്റെ പാർട്ട് 4 വീഡിയോ ആണ് ചെയ്യുന്നത്. പ്രൊജക്ടൈൽ മോഷൻ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടായിരുന്നു. അതിൻ്റെ പാത്തിൻ്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. പ്രൊജക്ടൈലിൻ്റെ പാത്ത് എന്ന് പറയുന്നത് പരാബോളയാണെന്നും പറഞ്ഞു. അതിൻ്റെ വെലോസിറ്റിയുടെ 2 കമ്പോണൻറ്റും അത് വെച്ചിട്ടുള്ള കുറച്ച് ഇക്വേഷൻസൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇനി അടുത്തത് നമുക്കതിൽ പഠിക്കാനുള്ളത് ടൈം ഓഫ് ഫ്ലൈറ്റ്, മാക്സിമം ഹൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച് ഇവ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസാണ്. ഫസ്റ്റ് വൺ ഈസ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ഇപ്പോൾ പ്രൊജക്ടൈൽ മോഷൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ നമുക്ക് കാണിച്ചിരിക്കുന്നത്. ഇതിലെ ഇവിടെ നിന്ന് ഈ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് പ്രൊജക്ടൈൽ മോഷൻ സ്റ്റാർട്ട് ചെയ്ത് മാക്സിമം ഹൈറ്റ് ഇവിടെ എത്തും. ഓക്കെ, ഇവിടെയാണ് മാക്സിമം ഹൈറ്റ്. അവിടെ നിന്ന് തിരിച്ചത് ഗ്രൗണ്ടിലേക്ക് തിരികെ വരുന്നു. ഇതാണ് ഒരു പ്രൊജക്ടൈൽ മോഷൻ്റെ പാത്ത് എന്ന് പറയുന്നത്, പാരാബോള. ഇതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ട്രാജക്ടറി കംപ്ലീറ്റ് ആവാനായിട്ട് എടുക്കുന്ന ടൈമാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഒരു പ്രൊജക്ടൈലിൻ്റെ ട്രാജക്ടറി കംപ്ലീറ്റ് ആവാൻ എടുക്കുന്ന ടൈമാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ഇറ്റ് ഈസ് ദി ടൈം ടേക്കൺ ബൈ ദി പ്രൊജക്ടൈൽ ടു കംപ്ലീറ്റ് ഇറ്റ്സ് ട്രാജക്ടറി. ദാറ്റ് മീൻസ് ഈ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തിരികെ ഗ്രൗണ്ടിലേക്ക് എത്താനായിട്ട് എടുക്കുന്ന ടൈം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ഇവിടെയാണ് നമുക്ക് മാക്സിമം ഹൈറ്റ് വരുന്നത്. മാക്സിമം ഹൈറ്റിലെ വെലോസിറ്റിയുടെ y കമ്പോണൻറ്റ് 0 ആയിരിക്കും. vy വിച്ച് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, അതായത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഈ പാത്തിലെ ഓരോ പോയിൻറ്റിൻ്റെയും വെലോസിറ്റിയുടെ കമ്പോണൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് മീൻസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഇവിടെയാണ് നമ്മൾ എടുക്കുന്ന ഒരു പോയിൻ്റ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വെലോസിറ്റിയുടെ വെലോസിറ്റിയാണ് ഇത്. ഇതിനെ നമ്മൾ രണ്ടായിട്ട് റിസോൾവ് ചെയ്തതാണ് ഇവിടെ ഇങ്ങനെ കണ്ടോ. ഇതേപോലെ ഈ ഒരു പോയിൻ്റ് നമ്മൾ എടുക്കണമെന്ന് വെച്ചെങ്കിൽ ഇതാണ് വെലോസിറ്റി വെക്ടർ. ഇതിനെ നമ്മൾ രണ്ടായിട്ട് റിസോൾവ് ചെയ്തതാണ് ഇങ്ങനെ, എക്സ് ആക്സിസിലും വൈ ആക്സിസിലും. പക്ഷെ ഇവിടെയാണ് നമ്മൾ ഒരു പോയിൻ്റ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ വെലോസിറ്റിക്ക് എന്ത് കമ്പോണൻറ്റ് മാത്രമേ വരത്തുള്ളൂ? ഈ എക്സ് ആക്സിസിലുള്ള കമ്പോണൻറ്റ് v0xi എന്ന് പറഞ്ഞിട്ടുള്ള കമ്പോണൻറ്റ് മാത്രമേ വരത്തുള്ളൂ. vy കമ്പോണൻറ്റ് അവിടെ ഇല്ല, അത് 0 ആണെന്നർത്ഥം. എപ്പോൾ മാക്സിമം ഹൈറ്റ് എത്തുന്ന ഈ ഒരു പോയിന്റിൽ, മാക്സിമം ഹൈറ്റ് എത്തുന്ന ഈ പോയിന്റിൽ vy 0 ആയിരിക്കും. പക്ഷേ എന്താണ്, എക്സ് കമ്പോണൻറ്റ് മാത്രമാണ് ഉണ്ടാവത്തുള്ളൂ. ഓരോ പോയിന്റിലും നമുക്ക് ഇതേമാതിരി വെലോസിറ്റി എടുക്കാം, വെലോസിറ്റി വെക്ടർ എടുക്കാം, അതിനെ റിസോൾവ് ചെയ്ത് 2 കമ്പോണൻറ്റ്സ് എടുക്കാം. പക്ഷേ മാക്സിമം ഹൈറ്റ് എത്തുന്ന പോയിന്റിൽ എക്സ് കമ്പോണൻറ്റ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. vy കമ്പോണൻറ്റ് 0 ആയിരിക്കും. അവിടെ തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ 0 ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പം മാക്സിമം ഹൈറ്റിൽ എന്താണ്, vy വിച്ച് ഇസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമ്മളിവിടെ vyക്ക് ഒരു ഇക്വേഷൻ എഴുതിയായിരുന്നു, ഓർമ്മയുണ്ടോ? vy വിച്ച് ഇസ് ഈക്വൽ ടു v0 സൈൻ തീറ്റ 0 മൈനസ് gt എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇക്വേഷൻ. vy വിച്ച് ഇസ് ഈക്വൽ ടു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്ന കാര്യമാണിത്, സൈൻ തീറ്റ 0 മൈനസ് gt എന്നുള്ളൊരു ഇക്വേഷൻ പറഞ്ഞിരുന്നു. അപ്പോൾ vy കമ്പോണൻറ്റ് 0 ആണെന്ന് വെച്ചാൽ എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ഇക്വേഷൻ 0 ആണെന്നർത്ഥം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, v0 സൈൻ തീറ്റ 0 ഈക്വൽ ടു gt എന്ന് എഴുതാം. ഇതിൽ നിന്ന് ഈ ടിയുടെ ഇക്വേഷൻ നമുക്ക് എഴുതിക്കൂടെ? ടി എന്തായിരിക്കും? ടി വിച്ച് ഇസ് ഈക്വൽ ടു v0 സൈൻ തീറ്റ 0 ഡിവൈഡഡ് ബൈ എന്ത് വരും? ജി വരും. ശരിയല്ലേ? v0 സൈൻ തീറ്റ 0 ഡിവൈഡഡ് ബൈ ജി വരും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ടിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി എന്താണ് ഈ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ? ശ്രദ്ധിക്കുക, ഈ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ഈ മാക്സിമം ഹൈറ്റ് എത്താനുള്ള ടൈമാണ് ടി എന്ന് പറയുന്നത്. അവിടെ നിന്ന് അത് തിരിച്ച് ഗ്രൗണ്ടിലേക്ക് എത്താനെടുക്കുന്ന ടൈമും ഈക്വലാണ്. ഒന്നുകൂടി പറയാം, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് മാക്സിമം ഹൈറ്റിലേക്ക് എത്താനെടുക്കുന്ന ടൈമും മാക്സിമം ഹൈറ്റിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് എടുക്കാനെടുക്കുന്ന ടൈമും സെയിം ആയതുകൊണ്ട് രണ്ടിനെടുക്കുന്ന ടൈമും ടി എന്ന് എഴുതാം. ഇവിടെ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മാക്സിമം ഹൈറ്റ് എത്തി തിരിച്ച് ഗ്രൗണ്ടിലെത്തുന്ന വരെയുള്ള ടോട്ടൽ ടൈമാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം ഓഫ് ഫ്ലൈറ്റിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ടി എഫ് എന്നാണ്.
അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് മാക്സിമം ഹൈറ്റിലേക്ക് എത്താൻ എടുക്കുന്ന ടൈം ടി, അവിടെ നിന്ന് തിരിച്ച് ഗ്രൗണ്ടിലേക്ക് എത്താൻ എടുക്കുന്ന ടൈം ടി. അങ്ങനെ വരുമ്പോൾ ടി എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ടി എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? രണ്ടിനെടുക്കുന്ന ടൈം എന്താണ്? ടി ആണ് അല്ലേ. അപ്പോൾ ടി ഇൻറ്റു ടി 2t എന്ന് വരും. അപ്പോൾ ടി എഫ് എന്ന് പറയുന്നത് എന്താണ്? 2t ആണ്. അപ്പോൾ ടിയുടെ ഇക്വേഷൻ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടോ? എന്തായിരുന്നു ഇവിടെ ടിയുടെ ഇക്വേഷൻ? നമ്മൾ പറഞ്ഞ ഈ ടിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? V0 sin θ 0 ഡിവൈഡ് ബൈ ജി. സോ ടി വിച്ച് ഇസ് ഈക്വൽ ടു V0 sin θ 0 ഡിവൈഡ് ബൈ ജി എന്ന് വന്നു. ടൈം ഓഫ് ഫ്ലൈറ്റ് ടി എഫ് എന്ന് പറയുന്നത് എന്താണ്? 2t ആണെങ്കിൽ ഇവിടെ എങ്ങനെയാവും നമ്മുടെ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ? 2V0 sin θ 0 ഡിവൈഡഡ് ബൈ ജി എന്ന് വരും. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ കിട്ടിയോ? ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊജക്ടൈലിൻ്റെ പാത്ത് സ്റ്റാർട്ടിങ് മുതൽ മാക്സിമം ഹൈറ്റ് എത്തി തിരിച്ച് ഗ്രൗണ്ടിൽ എത്തുന്ന വരെയുള്ള ടൈം. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് മാക്സിമം ഹൈറ്റ് വരെ എത്താനെടുക്കാൻ ടൈം ടി, അവിടെ നിന്ന് ഗ്രൗണ്ടിലേക്ക് എത്താനെടുക്കുന്ന ടൈം ടി. സോ 2t ആണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ടിയുടെ ഇക്വേഷൻ നമുക്കറിയാം. അത് വെച്ച് നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റ് വിച്ച് ഇസ് ഈക്വൽ ടി എഫ് വിച്ച് ഇസ് ഈക്വൽ ടു 2V0 sin θ 0 ഡിവൈഡ് ബൈ ജി. ഈ ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? ബൈ ഹാർട്ടായിട്ട് പഠിക്കണം, കാരണം പ്രോബ്ലംസിൽ വരുന്നതാണ്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് ടൈമിലേക്ക് പോവാം. ദാറ്റ് ഈസ് മാക്സിമം ഹൈറ്റ്. നമ്മൾ പറഞ്ഞു ഇതാണ് മാക്സിമം ഹൈറ്റ് അല്ലേ. ഇതാണ് നമ്മുടെ ഇവിടെ വരെയുള്ളതാണ് എന്ത്? മാക്സിമം ഹൈറ്റ്. മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ദാറ്റ് ഈസ് HM, മാക്സിമം ഹൈറ്റ് HM. ഇത് ഏത് കമ്പോണൻ്റ് ആണ്? നിങ്ങൾക്ക് ചിത്രം നോക്കി അറിയാലോ. എക്സ് കമ്പോണൻ്റ് ആണോ വൈ കമ്പോണൻ്റ് ആണോ വരുന്നത്? വൈ കമ്പോണൻ്റ് ആണ് അല്ലേ. ഇതാ ഇങ്ങനെ അല്ലേ, വൈ കമ്പോണൻ്റ് ആണ് വരുന്നത്, ശരിയല്ലേ? ഓക്കെ. സോ വൈ കമ്പോണൻ്റ് ആണ് ഇത് മാക്സിമം ഹൈറ്റ് HM എന്ന് പറയുന്നത്. ഇനി വൈ കമ്പോണൻ്റ് ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? വൈ വിച്ച് ഇസ് ഈക്വൽ ടു പണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. എന്താ നമ്മൾ പറഞ്ഞ ഇക്വേഷൻ? എന്താ ഈ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? വൈ വിച്ച് ഇസ് ഈക്വൽ ടു V0 sin θ 0 ഇൻറ്റു ടി മൈനസ് ഹാഫ് GT സ്ക്വയർ. കാരണം AY കമ്പോണൻ്റ് എന്ന് പറയുന്നത് മൈനസ് ജി ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് ചെയ്തത് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ഓക്കെ, കഴിഞ്ഞ ക്ലാസ് ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. വൈ വിച്ച് ഇസ് ഈക്വൽ ടു V0 sin θ 0t മൈനസ് ഹാഫ് GT സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ടിയുടെ ഇക്വേഷൻ കണ്ടുപിടിച്ചായിരുന്നു. എന്താണ് ടിയുടെ ഇക്വേഷൻ? V0 sin θ 0 ഡിവൈഡ് ബൈ ജി. ആ ഒരു ഇക്വേഷൻ നമുക്ക് ഇതിലൊന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താലോ? അപ്പോൾ ഇവിടെയുള്ള ടിയുടെ സ്ഥാനത്തും ഇവിടെയുള്ള ടി സ്ക്വയറിൻ്റെ സ്ഥാനത്തും നമുക്ക് ഈ പറഞ്ഞ V0 sin θ 0 ഡിവൈഡ് ബൈ ജി എന്നുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. സോ അവർ ഇക്വേഷൻ വിൽ ബി V0 sin θ 0, ഈ ടൈം അങ്ങനെ തന്നെ എടുത്തായിരുന്നു. നെക്സ്റ്റ് ടിയുടെ സ്ഥാനത്ത് കൊടുക്കുമ്പോൾ V0 sin θ 0 ഡിവൈഡ് ബൈ ജി മൈനസ് ഹാഫ് ജി ഇൻറ്റു V0 sin θ 0 ഡിവൈഡ് ബൈ ജിയുടെ ഹോൾ സ്ക്വയർ. കാരണം എന്താണ്? ടി സ്ക്വയർ ആണ് വന്നത്. സോ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? ഹോൾ സ്ക്വയർ എടുക്കുന്നു. ഓക്കെ, ഇനി നമുക്കിതിനൊന്ന് സോൾവ് ചെയ്ത് നോക്കിയാലോ മക്കളെ. അപ്പോൾ എന്ത് വരും? V0 sin θ 0 എന്നുള്ളത് ഇൻറ്റു V0 sin θ 0 എന്ന് പറയുമ്പോൾ സ്ക്വയർ ആയിട്ട് വരും അല്ലേ. സോ V0 സ്ക്വയർ sin θ 0 സ്ക്വയർ മൈനസ് ജി അല്ല ഡിവൈഡ് ബൈ ജി മൈനസ് ഈ ടൈം എന്ത് വരും? ഇവിടെ ടൈം എന്ത് വരും? 1/2 മൈനസ് 1/2 V0 സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ 0. ഇവിടെ സൈൻ സ്ക്വയർ തീറ്റ 0 ആട്ടെ വരിക. ഓക്കെ, ഓൾ ഡിവൈഡഡ് ബൈ ഒരു ജിയെ വരത്തുള്ളൂ. കാരണം എന്താണ്? ഇവിടെ ജി സ്ക്വയർ വരും, പക്ഷേ ഈ ഒരു ജിയും ഈ ഒരു ജിയിലെ ഒരു ജിയും ക്യാൻസലായി പോകുന്നത് കൊണ്ട് അവിടെ എന്ത് വരുള്ളൂ? ജിയെ വരത്തുള്ളൂ. സോ അവർ ഇക്വേഷൻ വിൽ ബി എന്തായി? നമ്മുടെ ഇക്വേഷൻ ഇതാ, മാക്സിമം ഹൈറ്റ് HM വിച്ച് ഇസ് ഈക്വൽ ടു V0 സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ 0 ഡിവൈഡ് ബൈ ജി മൈനസ് V0 സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ 0 ഡിവൈഡ് ബൈ 2g എന്ന് വരും. ദാറ്റ് മീൻസ് ഇവിടെ എന്താണ്? ഈ V0 സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ 0 ഡിവൈഡഡ് ബൈ ജി എന്ന് പറയുന്നത് കോമൺ ആണ് അല്ലേ. അതിന് നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ ബാക്കി എന്ത് വരും? 1 മൈനസ് 1/2 വരും അല്ലേ. 1 മൈനസ് ഇവിടെ 1 വരും, ഇവിടെ ഡിവൈഡ് ബൈ 2 വന്ന കാരണം 1/2 വരും. 1 മൈനസ് 1/2 എന്താണ്?
1 നിന്ന് ഹാഫ് പോയാൽ ഹാഫാണ്. സോ ഇത് മൊത്തത്തിൽ നമുക്ക് എന്ത് എഴുതാം? 1/2 എന്ന് എഴുതാം. എന്തെഴുതാം? 1/2 എന്ന് എഴുതാം. സോ അവർ ഇക്വേഷൻ വിൽ ബി മാക്സിമം ഹൈറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു HM ദാറ്റ് ഈസ് ഈക്വൽ ടു V0 സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ 0 ഡിവൈഡ് ബൈ 2G എന്ന് കിട്ടും. അപ്പോൾ ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രോബ്ലം ചെയ്യാനായിട്ട് ആവശ്യം വരും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു? നമ്മൾ പഠിച്ച മാക്സിമം ഹൈറ്റ് നോക്കുമ്പോൾ y കമ്പോണൻ്റ് ആണ് വരുന്നത്. y കമ്പോണൻ്റ് ഇക്വേഷനിൽ ടിക്ക് പകരം നമ്മൾ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. എന്നിട്ട് നമ്മൾ ചെയ്ത് വന്നപ്പോൾ എന്ത് കിട്ടി നമുക്ക്? മാക്സിമം ഹൈറ്റ് HM ഇസ് ഈക്വൽ ടു V0 സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ 0 ഡിവൈഡ് ബൈ 2G. അപ്പോൾ മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷനും ബൈ ഹാർട്ട് പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ റേഞ്ച്. ഇറ്റ് ഈസ് ദി ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ എ പ്രൊജക്റ്റൈൽ ഫ്രം ദി പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ ഓൺ ദി ഗ്രൗണ്ട് ടു ദി പോയിന്റ് ഓൺ ദി ഗ്രൗണ്ട് വെർ ദി പ്രൊജക്റ്റൈൽ റിട്ടേൺസ് അഗെയിൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊജക്റ്റൈലിൻ്റെ മൊത്തം ഡിസ്റ്റൻസ്, ഒരു പ്രൊജക്റ്റൈൽ സഞ്ചരിക്കുന്ന മൊത്തം ഡിസ്റ്റൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അതായത് ഫ്രം ദി പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ ഓൺ ദി ഗ്രൗണ്ട്, അല്ലെങ്കിൽ ഗ്രൗണ്ടിലേക്ക് എത്തുന്നത്. ദാറ്റ് മീൻസ് നമ്മളിപ്പോൾ ഇവിടെ ഈ ഗ്രാഫിൽ ഇങ്ങനെ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് തുടങ്ങി, അതായത് പ്രൊജക്റ്റൈലിൻ്റെ പാത്ത് സ്റ്റാർട്ട് ചെയ്തത് മുതൽ തിരിച്ച് ഇവിടെ ഗ്രൗണ്ടിലേക്ക് എത്തുന്നത് വരെയുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇത് കേട്ടോ, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് ഇത് ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ റേഞ്ച് കണ്ടുപിടിക്കാൻ, ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് വെച്ചാൽ എന്താണ്? ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ്. സോ ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? വെലോസിറ്റി ഇൻറ്റു ടൈം. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. അത് ബേസിക് ഇക്വേഷനാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ ഇവിടെ ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ്. സോ ഹൊറിസോണ്ടൽ റേഞ്ച് വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം? ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് എഴുതാം. ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഈ ഒരു കമ്പോണൻ്റാണ്, എക്സ് കമ്പോണൻ്റ് ആണ്. അപ്പോൾ വെലോസിറ്റിയുടെ എക്സ് കമ്പോണൻ്റ് എന്തായിരുന്നു? V0 കോസ് തീറ്റ 0. ഓർമ്മയുണ്ടോ? അതായത് ഇവിടെ പറയുന്ന ഈ വെലോസിറ്റിക്ക് ഇത് ഈ വെക്ടർ ആണെന്നുണ്ടെങ്കിൽ 2 കമ്പോണൻ്റ് ഉണ്ട്, എക്സ് കമ്പോണൻ്റ് ഉണ്ട്, വൈ കമ്പോണൻ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ ആംഗിൾ തീറ്റ 0 ആയിട്ട് എടുത്തിരുന്നു. ഇതിൽ എക്സ് കമ്പോണൻ്റ്, അതായത് ആംഗിളിനെ തൊട്ടടുത്ത് വരുന്നത് നമ്മൾ എന്തെടുത്തിരുന്നു? V0 കോസ് തീറ്റ 0 എന്നെടുത്തു. ഇവിടെ വൈ കമ്പോണൻ്റ് എന്തെടുത്തു? V0 സൈൻ തീറ്റ 0 എന്നെടുത്തു. ശരിയല്ലേ? അപ്പോൾ നമ്മുടെ ഇവിടുത്തെ എക്സ് കമ്പോണൻ്റ് ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്ന് പറയുന്നത് വെലോസിറ്റിയുടെ എക്സ് കമ്പോണൻ്റ് ആണ്. എക്സ് കമ്പോണൻ്റ് എന്ന് പറയുന്നത്, അതായത് ഇവിടെ വരുന്ന ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞ ബി വെക്ടറിൻ്റെ ഇവിടെ വരുന്ന കമ്പോണൻ്റ് എന്ന് പറയുന്നത്, ഇത് ആംഗിൾ തീറ്റ 0 ആണെങ്കിൽ ഇവിടെ വരുന്ന കമ്പോണൻ്റ് V0 കോസ് തീറ്റ 0 ആണ്. സോ നമ്മുടെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് V0 കോസ് തീറ്റ 0 ഇൻറ്റു എന്ത് വരും? ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2V0 സൈൻ തീറ്റ 0 ഡിവൈഡ് ബൈ G ആണ്. അതവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. 2V0 സൈൻ തീറ്റ 0 ഡിവൈഡഡ് ബൈ G വരും. സോ അവർ ഇക്വേഷൻ വിൽ ബി 2 ഇൻറ്റു V0 സ്ക്വയർ V0 സ്ക്വയർ 2 ഇൻറ്റു ബാക്കി എന്ത് ടൈം ഏതൊക്കെ വരും? 2 സൈൻ തീറ്റ 0 കോസ് തീറ്റ 0 ഡിവൈഡഡ് ബൈ G എന്ന് വരും. ഓക്കെ, ഈ 2 സൈൻ തീറ്റ 0 കോസ് തീറ്റ 0 എന്ന് പറയുന്നത് എന്താണ്? സൈൻ 2 തീറ്റ 0 ആണ്. സൈൻ 2 തീറ്റ 0 ആണ്. സോ എന്ത് വരും? അപ്പോൾ നമുക്ക് ഹൊറിസോണ്ടൽ റേഞ്ച് R വിച്ച് ഇസ് ഈക്വൽ ടു V0 സ്ക്വയർ സൈൻ 2 തീറ്റ 0 ഡിവൈഡഡ് ബൈ G എന്ന ഇക്വേഷൻ എഴുതാം. അപ്പോൾ ഹൊറിസോണ്ടൽ റേഞ്ച് കണ്ടുപിടിക്കാനുള്ള ഈ ഇക്വേഷൻ നമ്മൾ പഠിക്കണം. ഫസ്റ്റ് വൺ ഈസ് ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കാനുള്ളത്, സെക്കൻഡ് വൺ ഈസ് മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ,
തേർഡ് വൺ ഈസ് ഹൊറിസോണ്ടൽ റേഞ്ച് ആർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഈ 3 ഇക്വേഷനും പഠിച്ചു വയ്ക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്, പ്രോബ്ലത്തിൽ വരും. ഓക്കെ, അപ്പോൾ ഹൊറിസോണ്ടൽ റേഞ്ച് കണ്ടുപിടിക്കാൻ ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. അത് നമ്മൾ 2 ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് നമുക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടിയും? ഹൊറിസോണ്ടൽ റേഞ്ച് ആർ വിച്ച് ഇസ് ഈക്വൽ ടു B0 സ്ക്വയർ sin 2θ0 ഡിവൈഡ് ബൈ G എന്നുള്ള ഇക്വേഷൻ കിട്ടി. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രൊജക്റ്റൈൽ മോഷനിൽ പറയാനുള്ളത്. ഇനി നമ്മൾ പ്രൊജക്റ്റൈൽ മോഷൻ്റെ ടേംസൊക്കെ പരിചയപ്പെട്ടു. ഇനി അടുത്തത് നമുക്ക് നോക്കേണ്ടതാണ് യൂണിഫോം സർക്കുലർ മോഷൻ. എന്താണ് സർക്കുലർ മോഷൻ? ഒരു ഒബ്ജക്റ്റ് സർക്കുലർ പാത്ത് കൂടെ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് സർക്കുലർ മോഷൻ എന്ന് പറയാം. അപ്പോൾ എന്താണ് ഈ യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഒബ്ജക്റ്റ് സർക്കുലർ പാത്ത് കൂടെ തന്നെയാണ് മൂവ് ചെയ്യുന്നത്, പക്ഷേ അതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താണ്? കോൺസ്റ്റൻറ്റ് സ്പീഡാണ്. അവ എന്താണ്? കോൺസ്റ്റൻറ്റ് സ്പീഡിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ഒബ്ജക്റ്റ് സർക്കുലർ പാത്ത് കൂടെ മൂവ് ചെയ്യുന്നു, പക്ഷേ അതിൻ്റെ സ്പീഡ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്കതിനെ യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് വിളിക്കാൻ പറ്റും. സ്പീഡാണ് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൂ, വെലോസിറ്റി കോൺസ്റ്റൻ്റ് അല്ല. എന്താ സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള വ്യത്യാസം? സ്പീഡിൽ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് നമ്മൾ പറയുന്നത്, വെലോസിറ്റിയിൽ നമ്മൾ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും പറയും. ദാറ്റ് മീൻസ് ഇവിടെ മാഗ്നിറ്റ്യൂഡ്, അതായത് ആ സ്പീഡിൻ്റെ എമൗണ്ട്, മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൂ, ഡയറക്ഷൻ കോൺസ്റ്റൻ്റ് അല്ല, ഡയറക്ഷൻ വേരി ചെയ്യണമെന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഇത് സർക്കുലർ പാത്ത് കൂടിയാണ്, ഒരു ഒബ്ജക്റ്റ് സർക്കുലർ പാത്ത് കൂടിയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇതിലേത് പോയിൻ്റ് എടുത്താലും അതിൻ്റെ ടാൻജൻറ്റ് ടു ദി പോയിൻ്റ് ആണ് അതിൻ്റെ വെലോസിറ്റി വെക്ടർ വരിക. വെലോസിറ്റിയുടെ ഡയറക്ഷൻ നമ്മൾ എങ്ങനെ എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഏത് പോയിന്റിലാണോ പറയുന്നത് ആ പോയിൻറ്റിൻ്റെ ടാൻജൻ്റാണ് എന്ത്? വെലോസിറ്റിയുടെ ഡയറക്ഷൻ നമുക്ക് തരുന്നത്. ദി ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ഗീവ്സ് ദി ടാൻജൻറ്റ് ടു ദി പോയിന്റ്. സോ ഇവിടെ നമ്മൾ ഈ പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടാൻജൻറ്റ് വരയ്ക്കുക. ടാൻജൻറ്റ് വരയ്ക്കുകയെന്ന് വെച്ചാൽ ഇതിൻ്റെ നോർമലായിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കാം. അതാണ് ഇത് വെലോസിറ്റിയുടെ ഡയറക്ഷൻ. ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ ഇതിങ്ങനെ, ഇതാണ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, നമ്മൾ ഈ സർക്കുലർ മോഷനിൽ ഏത് പോയിന്റ് എടുത്താലും വെലോസിറ്റിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്, പക്ഷേ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി വെലോസിറ്റി, ദാറ്റ് മീൻസ് സ്പീഡ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻ ഒബ്ജക്റ്റ് വിച്ച് മൂവ്സ് ഓൺ എ സർക്കുലർ പാത്ത് വിത്ത് എ കോൺസ്റ്റൻറ്റ് സ്പീഡ് ഈസ് സെറ്റ് ടു ബി ഇൻ എ യൂണിഫോം സർക്കുലർ മോഷൻ. വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറുന്നത് കൊണ്ട് വെലോസിറ്റി കോൺസ്റ്റൻ്റ് അല്ല, സ്പീഡ് കോൺസ്റ്റൻ്റ് ആണ്, മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അപ്പോൾ അതിന് എക്സാമ്പിൾസ് 1-2 ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദി മോഷൻ ഓഫ് ദി സെക്കൻഡ് ഹാൻഡ് ഓഫ് ദി ക്ലോക്കിൻ്റെ സെക്കൻഡ് ഹാൻഡിൻ്റെ മോഷൻ, അതേമാതിരി നമ്മുടെ ഫാൻ ലീഫിൻ്റെ മോഷനൊക്കെ യൂണിഫോം സർക്കുലർ മോഷനാണ്. വെലോസിറ്റി മാറുന്നുണ്ട്, പക്ഷേ സ്പീഡ് ഇസ് ദി സെയിം. ഓക്കെ, ഇനി നമുക്ക് 2-3 ടേംസും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ ഈസ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്. എന്താണ് ആംഗുലർ? ഇതായിട്ട് റിലേറ്റഡ് ആയി യൂണിഫോം സർക്കുലർ മോഷനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 2-3 ടേംസ് പറയണമെന്ന് മാത്രം. ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടേമാണ് തീറ്റ. ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടേമാണ് തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അത് എന്താണെന്ന് നോക്കാം. ദി ആംഗിൾ വിച്ച് ദി റേഡിയസ് വെക്ടർ സ്വീപ്സ് ഔട്ട് ഇൻ എ ഗീവൺ ഇൻ്റർവൽ ഓഫ് ടൈം ഈസ് കോൾഡ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതാണ് യൂണിഫോം സർക്കുലർ മോഷൻ്റെ, അല്ലെങ്കിൽ ഒരു സർക്കുലർ മോഷനിലുള്ളൊരു ഒബ്ജക്റ്റ്. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ സെൻറ്റർ വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേഡിയസ് വെക്ടറാണ് R. ഇപ്പോൾ ഇവിടെ എയിലായിരുന്നു ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നുണ്ടായിരുന്നത്. ഓക്കെ, എ എന്ന് പറഞ്ഞ പോയിന്റിലായിരുന്നു ഒബ്ജക്റ്റ് ഇരിക്കുന്നുണ്ടായിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്ത് B എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് വന്നു. സോ ഈ റേഡിയസ് വെക്ടർ ഇവിടെ മൂവ് ചെയ്തു എന്നർത്ഥം. മനസ്സിലായോ? സെൻറ്ററിൽ നിന്ന് ഈ പോയിന്റ് ഇരിക്കുന്ന സ്ഥലത്തേക്കുള്ള ഇതാണ് പൊസിഷനാണ് റേഡിയസ് വെക്ടർ R എന്ന് പറയുന്നത്. ഈ ഒബ്ജക്റ്റ് B എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റേഡിയസ് വെക്ടറിന് എന്ത് വന്നു? ചെറിയൊരു വേരിയേഷൻ സംഭവിച്ചു. ആ വേരിയേഷനാണ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഗീവൻ ഇൻ്റർവൽ ഓഫ് ടൈമിൽ ഈ റേഡിയസ് വെക്ടർ എത്ര മൂവ് ചെയ്യുന്നു എന്നതിൻ്റെ ആംഗിളാണ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഈ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ആർക്ക് എ ബി കണ്ടോ, ഇവിടെ ആർക്ക് എ ബി ഡിവൈഡഡ് ബൈ റേഡിയസ് R. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഗീവൺ ഇൻ്റർവൽ ഓഫ് ടൈമിൽ റേഡിയസ് വെക്ടറിന് വരുന്ന ചേഞ്ച് ആണ്
അതിനെ സൂചിപ്പിക്കുന്നതാണ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ആർക്ക് എ ബി ഡിവൈഡഡ് ബൈ റേഡിയസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ടൈം ഒന്ന് പരിചയപ്പെടാം. ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ് കേട്ടോ. ദാറ്റ് മീൻസ് അതിന് പർട്ടിക്കുലർ ഡയമെൻഷൻ ഇല്ല, ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ്. ഇനി നെക്സ്റ്റ് ടൈം ഈസ് ആംഗുലർ വെലോസിറ്റി. എന്താണ് ആംഗുലർ വെലോസിറ്റി? നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം, ജസ്റ്റ് റിവേഴ്സ് ചെയ്യണമെന്ന് മാത്രം കേട്ടോ. ആംഗുലർ വെലോസിറ്റിനെ സൂചിപ്പിക്കുന്ന ടൈമാണ് ഒമേഗ എന്ന് പറയുന്നത്. വെലോസിറ്റി എന്താണെന്നറിയാലോ, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. അപ്പോൾ ഇവിടെ ആംഗുലർ വെലോസിറ്റി എന്തായിരിക്കും? ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. ആംഗുലർ വെലോസിറ്റി എന്തായിരിക്കും? ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദി ടൈം റേറ്റ് ഓഫ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ പാർട്ടിക്കിൾ ഈസ് കോൾഡ് ആംഗുലർ വെലോസിറ്റി. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഇൻ്റർവൽ ഓഫ് ടൈം ഡെൽറ്റ ടിയിൽ വന്ന ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റിൽ വന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഡെൽറ്റ തീറ്റ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആംഗുലർ വെലോസിറ്റി ഒമേഗ വിച്ച് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ തീറ്റ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം ഡെൽറ്റ ടി എന്ന് എടുക്കാം. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ പഠിച്ചു വയ്ക്കണം. ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷനും നമ്മൾ ഇവിടെ പഠിച്ചു വയ്ക്കണം. തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു ആർക്ക് എ ബി ഡിവൈഡഡ് ബൈ റേഡിയസ്. ആംഗുലർ വെലോസിറ്റി ഒമേഗ വിച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ തീറ്റ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. വേറെ ഡെൽറ്റ തീറ്റ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡെൽറ്റ ടി മീൻസ് ചേഞ്ച് ഇൻ ടൈം ആണ്. സോ ആംഗുലർ വെലോസിറ്റി ഈസ് ദി ടൈം റേറ്റ് ഓഫ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ പാർട്ടിക്കിൾ ആണ്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ടുള്ള ആംഗുലർ വെലോസിറ്റി പറയണമെന്നുണ്ടെങ്കിലോ, നമ്മൾ ലിമിറ്റ് വെച്ച് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ടുള്ള ആംഗുലർ വെലോസിറ്റി പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലിമിറ്റ് വെച്ചിട്ട് പറയണം. ദാറ്റ് മീൻസ് ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ തീറ്റ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഇതാണ് എന്ത്? ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ടുള്ള ആംഗുലർ വെലോസിറ്റി. ഇതിനെ നമുക്ക് ഡി തീറ്റ ഡിവൈഡ് ബൈ ഡി ടി എന്നും എഴുതാം. ഡി തീറ്റ ഡിവൈഡ് ബൈ ഡി ടി എന്ന് എഴുതാം. ഇൻസ്റ്റൻറ്റേനിയസ് എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ടൈമിൽ പറയുന്ന ആംഗുലർ വെലോസിറ്റി. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ടൈം ഈസ് ടൈം പീരീഡ്. ഇതൊക്കെ നമ്മൾ എന്താണ് റൊട്ടേഷൻ മോഷനിൽ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. ടൈം പീരീഡിനെ സൂചിപ്പിക്കുന്ന സിമ്പിളാണ് ടി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി ടൈം ടേക്കൺ ബൈ എ പാർട്ടിക്കിൾ ടു കംപ്ലീറ്റ് വൺ റൊട്ടേഷൻ. ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന ടൈമാണ് എന്ത്? ടൈം പീരീഡ് എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന ഒരു ഇക്വേഷനാണ് ഒമേഗ വിച്ച് ഇസ് ഈക്വൽ ടു 2π/t ദാറ്റ് ഓർ ടി വിച്ച് ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 2π/ω. ഇതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടതും പഠിച്ചിരിക്കേണ്ടതും പ്രോബ്ലം ചെയ്യാൻ വരുന്നതുമായിട്ടുള്ള ടേംസാണ്. അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു പോകുന്നത് മാത്രം കേട്ടോ. നെക്സ്റ്റ് വൺ ഈസ് ഫ്രീക്വൻസി എന്നുള്ള ടൈം. ഫ്രീക്വൻസി എന്ന് വെച്ചാൽ എന്താണ്? അതിനെ ഡിനോട്ട് ചെയ്യുന്നത് നമ്മൾ എഫ് എന്ന് ഡിനോട്ട് ചെയ്യണവരുണ്ട്, അല്ലെങ്കിൽ ന്യൂ എന്ന് ഡിനോട്ട് ചെയ്യുന്നവരുണ്ട്. ന്യൂ വിച്ച് ഇസ് ഈക്വൽ ടു 1/t ആണ്. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് റൊട്ടേഷൻസ് കംപ്ലീറ്റഡ് ഇൻ 1 സെക്കൻഡ്. അതായത് ഒരു സെക്കൻഡിനകത്ത് എത്ര റൊട്ടേഷൻസ് കംപ്ലീറ്റ് ചെയ്തു, അതാണ് എന്ത്? ഫ്രീക്വൻസി ന്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സെക്കൻഡിനകത്ത് എത്ര റൊട്ടേഷൻസ് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ന്യൂ വിച്ച് ഇസ് ഈക്വൽ ടു 1/t. അതും പഠിച്ചു വയ്ക്കണം. ഇതിൻ്റെ യൂണിറ്റ് എന്ത് വരും? സെക്കൻഡ് ഇൻവേഴ്സ് വരാം, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് വരാം? ഹെഡ്സ് വരാം. ഓക്കെ, ഇതൊക്കെ വരാം കേട്ടോ. ഇനി അടുത്തത് ആംഗുലർ ആക്സിലറേഷൻ. നമ്മൾ സാധാരണ ആക്സിലറേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഇനി അടുത്തത് ടേമാണ് എന്ത്? ആംഗുലർ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആംഗുലർ ആക്സിലറേഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, ആംഗുലർ ആക്സിലറേഷൻ എന്താണെന്ന് നോക്കാം. ആംഗുലർ ആക്സിലറേഷൻ എന്ന് പറയുന്നത് അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിളാണ് ആൽഫ. എന്താണ്? ആൽഫ. ദി ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ വെലോസിറ്റി ഈസ് കോൾഡ് ആംഗുലർ ആക്സിലറേഷൻ. സാധാരണ ആക്സിലറേഷൻ എന്താണ്? വെലോസിറ്റി ബൈ ടൈമാണ് അല്ലേ? ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ആണ് നമ്മൾ ആക്സിലറേഷൻ എഴുതാറ്. ഇവിടുത്തെ കേസിൽ നമ്മൾ ആംഗുലർ ടൈംസ് ആകുമ്പോൾ എന്ത് വരും? ആംഗുലർ ആക്സിലറേഷൻ ആൽഫ എന്ന് പറയുന്നത് എന്തായിരിക്കും? ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ വെലോസിറ്റി ആണ്. സോ ആൽഫ വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും? ഡെൽറ്റ ഒമേഗ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ ഒമേഗ മീൻസ് ചേഞ്ച് ഇൻ ആംഗുലർ വെലോസിറ്റി ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് ആകുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ആൽഫ വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ ഒമേഗ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി, ഓർ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് നൗ ഡി ഒമേഗ ബൈ ഡി ടി. ഓക്കെ, അപ്പോൾ ഈ ആംഗുലർ ആക്സിലറേഷൻ്റെ യൂണിറ്റ് എന്താ വരിക? റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും അതിൻ്റെ യൂണിറ്റ് വരിക.
നമ്മളിപ്പോൾ എന്ത് പഠിച്ചു? കുറച്ച് ടേമുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. ഏതൊക്കെയാണ്? ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്ന് പരിചയപ്പെട്ടു, ആംഗുലർ വെലോസിറ്റി പരിചയപ്പെട്ടു, ടൈം പീരീഡ് പരിചയപ്പെട്ടു, ഫ്രീക്വൻസി, ആംഗുലർ ആക്സലറേഷൻ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഇത്രയും കാര്യങ്ങളാണ് റൊട്ടേഷനും മോഷനിലാണ്. ഇനി ലീനിയർ വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റിയും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ലീനിയർ വെലോസിറ്റി എന്ന് പറയുന്നതാണ് v, ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നതാണ് ഒമേഗ. അവ തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. അതിനൊരു ഡെറിവേഷൻ ഒക്കെ ഉണ്ട്. ഡെറിവേഷൻ പഠിച്ചിരുന്നില്ലെങ്കിലും ആ ഒരു റിലേഷൻ പഠിച്ചു വയ്ക്കണം. v = r ഒമേഗ. എന്താണ് v = r ഒമേഗ? എന്താണ് v = r ഒമേഗ? ഇനി ലീനിയർ ആക്സലറേഷനും ആംഗുലർ ആക്സലറേഷനും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ലീനിയർ ആക്സലറേഷനാണ് എ എന്ന് പറയുന്നത്, ആംഗുലർ ആക്സലറേഷനാണ് ആൽഫ എന്ന് പറയുന്നത്. അവ തമ്മിലുള്ള റിലേഷൻ്റെ ഇക്വേഷനും പഠിച്ചിരിക്കുക. എ = r ആൽഫ, എ = r ആൽഫ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. v = r ഒമേഗ. ഇതെന്തിൻ്റെ റിലേഷനാണ്? v = r ഒമേഗ ലീനിയർ വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റിയും തമ്മിൽ. ലീനിയർ ആക്സലറേഷനും ആംഗുലർ ആക്സലറേഷനും തമ്മിലുള്ള റിലേഷനാണ് എ = r ആൽഫ. ഓക്കെ, അപ്പോൾ ഇത്രയും റിലേഷൻസ് പഠിച്ചു വയ്ക്കുക. ഇനി നമുക്ക് ഈ പാഠത്തിൽ വളരെ ചെറിയൊരു കാര്യം മാത്രമാണ് പറയാനുള്ളൂ. സെൻട്രിപിറ്റൽ ആക്സലറേഷൻ, അതിൻ്റെ ഒരു ഡെറിവേഷനും കൂടെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ലീനിയർ വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ്റെ ഡെറിവേഷനും നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെറിയൊരു വീഡിയോ കൂടി നമുക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു.